പുതിയ സ്കിൻ കെയർ പ്രോഡക്റ്റ് ഒക്കെ കിട്ടിയതിന് ശേഷമുള്ള പുതിയ സ്കിൻ കെയർ പരിപാടിയിലോട്ട് കിടക്കുവാണ് ഗൈസ്. അതാണ്ട് നമ്മുടെ ആദ്യം തന്നെ തേക്കാൻ പോകുന്ന എൻ്റെ ടോണർ ഒന്നുമില്ല, ഈ ഡബിൾ ഷോട്ട് സെറാണ്. അപ്പോൾ ഇത് എനിക്ക് അൺബോക്സ് ചെയ്ത് നിങ്ങളെ കാണിക്കണമെന്നുണ്ടായിരുന്നു. ആണോ, ഞാൻ ഓൾറെഡി യൂസ് ചെയ്തു, പിന്നെ വീഡിയോ എന്നാണ് എടുത്തത്. എന്നിട്ട് ഇതിങ്ങനെ ഇരിക്കും, വളരെ രസം. ഇങ്ങനെ കുളിക്കണം, ഫുള്ള് ഇതാണ്ട് ഇങ്ങനെ മിക്സ് ആവും, ഇങ്ങനെ മിക്സ് ചെയ്യണം ഫുള്ള്. അതെ ഗൈസ്. എന്നിട്ട് 2 or 3 ഷോട്ട്സ് ആണ് യൂസ് ചെയ്യാൻ പോയിരുന്നത്. നിങ്ങളിപ്പോൾ എൻ്റെ ഫേസ് കണ്ടോ, ഈ സാധനങ്ങളെല്ലാം തേച്ചതിന് ശേഷം ഇതിപ്പോൾ ഞാൻ ഫേസ് മുഖം കഴിവിട്ട് ഒരു 5 മിനിറ്റ് ആയി തുടച്ചിട്ടൊക്കെ നിൽക്കുക. ക്ലിയർ ആണല്ലോ, ഭയങ്കര ഡൾനെസ് ഒന്നും ഇല്ലല്ലോ. ഈ സാധനങ്ങളെല്ലാം തേച്ച് കഴിഞ്ഞിട്ട് നിങ്ങൾ നോക്കുക ഗൈസ്. ഷോട്ട് എടുക്കാം ഗൈസ്. ഗൈസ്, നിങ്ങൾ ബിഗ് ബോസ് സീസൺ 7 7ന്റെ പണി കാണാറുണ്ടോ? ഞാൻ ആ സാധനം കാണുന്നുണ്ട് ഗൈസ്. ശരിക്കും അനുമോൾ PR വാങ്ങിക്കുന്നുണ്ടോ? എനിക്കറിയത്തില്ല. അതോ PR കൊടുത്തിട്ടുണ്ടെങ്കിൽ തന്നെ വലിയ കുറ്റമാണല്ലോ ഗൈസ്. അതിലെന്തോ കുറ്റം? ഇതൊക്കെ നോർമലി ആൾക്കാർ ചെയ്യുന്നില്ലേ? PR ഒക്കെ കൊടുത്താലല്ലേ ആൾക്കാർ വേറെ ആൾക്കാരിലോട്ടും വീഡിയോസ് അതൊക്കെ എത്തത്തുള്ളൂ. ഇല്ലെങ്കിൽ എങ്ങനെയാണ് അവർ കാണുന്നത്? ഈ PR-ന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ഞാൻ ആകെപ്പാടെ ബിഗ് ബോസിൽ 500ക്ക് മാത്രമേ വോട്ട് ചെയ്തിട്ടുള്ളൂ ഗൈസ്. ഇതുവരെ വേറെ ആർക്കും ഇതുവരെ വോട്ട് ചെയ്തിട്ടില്ല. എന്തോ ഞാൻ ചെയ്തിട്ടില്ല, എന്താണെന്ന് അറിയത്തില്ല, മെനക്കേടാ എന്തോ ഒന്നും ഞാൻ ചെയ്തിട്ടില്ല. അപ്പോൾ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ആദിലയുടെ മറ്റേ ഗ്രാൻഡ് ഫിനാലെ വീക്കിലോട്ട് പോകാൻ വേണ്ടിയിട്ട് കുറച്ച് ഇതുണ്ടായിരുന്നല്ലോ, ടാസ്കുകൾ. അപ്പോൾ അതിൽ കിഡിലായിട്ട് പുള്ളിക്കാത്തി പെർഫോം ചെയ്തു, ഒന്നും പറയാനില്ല, നല്ല അടിപൊളിയായിട്ട് പുള്ളിക്കാത്തി പെർഫോം ചെയ്തു. അപ്പോൾ അത് കണ്ടിട്ട് ഞാൻ ഇരിക്കുമായിരുന്നു. അതായത് ഞാൻ ഇൻസ്റ്റയിലോട്ട് പോയപ്പോൾ ഈ PR-ന്റെ ആണോ അവർ വേറെ വീഡിയോസ് ആയിരിക്കും, PR അവർക്കില്ലെന്നല്ലേ പറഞ്ഞത്, എനിക്കറിയത്തില്ല. അപ്പം ആ വീഡിയോസ് കാണുമ്പോൾ നമ്മുടെ തല ഒരുമാതിരി ഒരു മൈൻഡ് വരും, അവർക്ക് നോട്ട് കിട്ടണം, പുള്ളിക്കാത്തി കിഡിലല്ലേ എന്നൊക്കെ പറഞ്ഞാൽ ഞാൻ തന്നെ എനിക്ക് എൻ്റെ സ്റ്റോറി എടുത്തിടാൻ പോയ ആളാണ്. എന്നിട്ട് ഞാൻ പോയി 100ക്ക് വോട്ട് ചെയ്ത്. അപ്പോഴാണ് എനിക്ക് മനസ്സിലായി PR-ന്റെ ഒരു ബലം. സംഭവം വേറെ ഒന്നുമില്ല, നമ്മളെ ഒന്ന് ഇൻഫ്ലുവൻസ് ചെയ്യിക്കുക, അത്രേ ഉള്ളൂ. പക്ഷേ പക്കയായിട്ട് ബിഗ് ബോസ് കാണുന്നവർക്ക് ആരാ പെർഫെക്റ്റ് എന്നൊക്കെ പറഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി മനസ്സിലാവും. പക്ഷേ 100ക്ക് ഞാൻ നോട്ട് ചെയ്തതിന്റെ കാരണം പുള്ളിക്കാത്തിയുടെ അപാര മറ്റേ പെർഫോമൻസ് ആയിരുന്നു, അല്ലാതെ വേറെ ഒന്നുമില്ല. കാരണം അത്രയും നേരം നിന്നല്ലോ, 1000 അടിപൊളിയായിട്ട് ചെയ്തു, 100 അടിപൊളിയായിട്ട് ചെയ്തു. അത് തന്നെയാണ് ഗൈസ്. അപ്പോൾ നമ്മുടെ മോയ്സ്ചറൈസർ കഴിഞ്ഞു, സൺസ്ക്രീൻ കൂടി ഇട്ട് ഈ പരിപാടി അവസാനിപ്പിക്കും. അപ്പോൾ ഗൈസ്, ഞാൻ എല്ലാ സാധനങ്ങളും ഇട്ട് കഴിഞ്ഞ ശേഷമുള്ള എൻ്റെ ലുക്കാണ്. കുറച്ച് നമ്മുടെ ഫേസ് പെട്ടെന്ന് ഡള്ളാവുന്നത് തോന്നും, മേ ബി അത് ആ ഗ്ലോയി കാരണമായിരിക്കും. കുറേ നാളിന് ശേഷം ഒരു 2 ആഴ്ചയൊക്കെ ഫുള്ള് യൂസ് ചെയ്യുമ്പം ഓക്കെ ആവുമായിരിക്കുന്നു വിശ്വസിക്കുന്നു. യെസ്, ഇതിപ്പം അത്ര കാര്യത്തില്ല, കുറച്ചും കൂടെ കഴിയുമ്പോൾ ഞാൻ ഒന്നുകൂടെ ഡള്ളായതുപോലെ ഫീൽ ആവും. വേറെ ഒന്നും ഇട്ടില്ലെങ്കിൽ, മേ ബി പൗഡർ അങ്ങനെ നമ്മൾ മേലെ ഇട്ടില്ലെങ്കിൽ നല്ല ഡള്ളാവുന്നൂടെ ഫീൽ ആവുന്നു. അപ്പോൾ അത്രയുള്ള ഗൈസ്, ബൈ ബൈ.